സ്വാമി കരിങ്കുട്ടി സ്വാമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലെ കരിങ്കുട്ടി സ്വാമിക്ക് പൂജകളും കാര്യങ്ങളും നടത്താറുണ്ടല്ലോ. അപ്പോൾ സ്വാമിയെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? അതായത് നമ്മുടെ എന്തൊരു വിഷ്ണുമായ സ്വാമിക്ക് ഇപ്പൊ എന്തൊരു കാര്യത്തിൽ മുമ്പായിട്ട് നിൽക്കുന്ന കരിങ്കുട്ടി സ്വാമിയാണ്. പിന്നെ നിൽക്കുന്നത് പറക്കുട്ടി സ്വാമിയാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷ്ണുമായ സ്വാമി, അതായത് മീൻസ് കുട്ടിച്ചാത്തൻ എന്നുള്ള സങ്കല്പത്തിലുള്ള കുട്ടിച്ചാത്തൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ എന്തൊരു കാര്യം നടത്താനായിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, വളരെ പെട്ടെന്ന് നടത്തണതും ഏറ്റവും ആദ്യം കയറി വെട്ടുന്നതും, ഇപ്പൊ എന്താ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോ നമ്മുടെ അച്ഛനെ തല്ലാൻ ഒരാൾ വന്നു വിചാരിക്കുക. അപ്പൊ ആദ്യം കയറി മുന്നിൽ വന്ന് നിൽക്കുന്നത് ആരായിരിക്കും? മകനായിരിക്കും. അതേമാതിരി തന്നെ ഏറ്റവും ഇളയവനാണ് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് കരിങ്കുട്ടിയാണ്. കരിങ്കുട്ടി സ്വാമിയാണ് ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിഷ്ണുമായ സ്വാമി, അതുമാതിരി തന്നെ കരിങ്കുട്ടി സ്വാമി. വിഷ്ണുമായ സ്വാമി ഉള്ളിടത്ത് എവിടെയായാലും കരിങ്കുട്ടി സ്വാമിയുടെ സാന്നിധ്യം 100% ഉണ്ടാവും. അല്ലെങ്കിൽ മഹാഭദ്രകാളി ഉണ്ടാവും, അല്ലെങ്കിൽ കരിനീലിയമ്മ ഉണ്ടാവും. അത് നിശ്ചയമാണ്. എന്നാൽ മാത്രമേ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുള്ളൂ.